Hello, good afternoon. Welcome to Learnino. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ബൗണ്ടറി റെപ്രസെന്റേഷൻ അതുപോലെ തന്നെ ബൗണ്ടറി എക്സ്ട്രാക്ഷൻ ഈ രണ്ട് ടോപ്പിക്കുകളെ ബേസ് ചെയ്തിട്ടുള്ള MCQസിന്റെ ഒരു കമ്പൈൻഡ് വേർഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബൗണ്ടറി റെപ്രസെന്റേഷൻ ചെയിൻ കോഡുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, കണക്ടിവിറ്റി, കോണ്ടൂർ ഫോളോയിങ്, എഡ്ജ് ലിങ്കിങ്, ഹ്യൂറിസ്റ്റിക്സ് അപ്രോച്ച്, ഡൈനാമിക് പ്രോഗ്രാമിംഗ്, ഹഫ് ട്രാൻസ്ഫോംസ്, അങ്ങനെ എല്ലാ ടോപ്പിക്കുകളെയും കൂടി കവർ ചെയ്തിട്ടുള്ള ഒരു MCQ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. Based on the four directional code, the first difference of smallest magnitude is called. നമുക്ക് ഫോർ ഡയറക്ഷണൽ കോഡിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. The first difference of smallest magnitude, first difference of smallest magnitude നമുക്ക് എന്ത് പറയാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഷേപ്പ് നമ്പർ. എന്താണ് ഷേപ്പ് നമ്പർ? അതായത് ഫസ്റ്റ് ഡിഫറൻസ് ഓഫ് എ ചെയിൻ കോഡഡ് ബൗണ്ടറി ഡിപ്പെൻഡ്സ് ഓൺ ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പൊ നമ്മുടെ ആ ഒരു ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പൊ നമുക്ക് 4 ഡയറക്ഷണൽ ബൗണ്ടറി വരികയാണെങ്കിൽ ആ ഒരു ഫസ്റ്റ് ഡിഫറൻസ് ഓഫ് സ്മോളസ്റ്റ് മാഗ്നിറ്റ്യൂഡിനെ പറയുന്നതാണ് ഷേപ്പ് നമ്പർ ഓഫ് ദ ബൗണ്ടറി. ആ ഒരു ബൗണ്ടറിയുടെ ഷേപ്പ് നമ്പർ എന്നുള്ള ടേമിലാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ഫോർ ദ ബൗണ്ടറി റെപ്രസെന്റേഷൻ ഓഫ് ആൻ ഇമേജ് ഒബ്ജക്റ്റ്. ഒരു ഇമേജ് ഒബ്ജക്റ്റിന്റെ ആ ഒരു ബൗണ്ടറി റെപ്രസെന്റേഷൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ക്വാഡ്രി, പ്രൊജക്ഷൻസ്, റൺലെറ്റ് കോഡിംഗ്, ചെയിൻ കോഡ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ചെയിൻ കോഡ് എന്നുള്ള ഒരു മെത്തേഡ് ആണ് നമ്മൾ ബൗണ്ടറി റെപ്രസെന്റേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. The difference between the original image and the eroded image is creates. അപ്പൊ ആ ഒരു ഒറിജിനൽ ഇമേജും ഇറോഡ് ഇമേജും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? ബൗണ്ടറി എന്നുള്ള ആ ഒരു ബൗണ്ടറി റെപ്രസെന്റേഷനിൽ വരുന്നതാണ് ഇന്നർ ബൗണ്ടറിയും ഔട്ടർ ബൗണ്ടറിയും അല്ലെ? അതിൽ വരുന്ന ആ ബൗണ്ടറി ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു ഡിഫറൻസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത്. ഇന്നർ ബൗണ്ടറി ആണ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഒറിജിനൽ ഇമേജ് ആൻഡ് എറോഡഡ് ഇമേജ് എന്ന് പറയുന്നത്. എന്നാൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഒറിജിനൽ ഇമേജ് ആൻഡ് ഡൈലേറ്റഡ് ഇമേജ് എന്ന് പറയുന്നത് നമുക്ക് ഏതാണ്? ഡൈലേറ്റഡ് ഇമേജ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഔട്ടർ ബൗണ്ടറി ആണ്. ഓക്കെ, സോ ഹിയർ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. Dash is set of connected pixel that lie on the boundary between two regions. രണ്ട് റീജിയൻസുകൾക്ക് ബിറ്റ്വീൻ ആയിട്ട് ആ ഒരു ബൗണ്ടറിയിൽ കിടക്കുന്ന ആ സെറ്റ് ഓഫ് കണക്റ്റഡ് പിക്സൽസിനെ പറയുന്നതാണ് എഡ്ജ്. ഓക്കെ, ആ ഒരു സെറ്റ് ഓഫ് കണക്റ്റഡ് പിക്സൽസിനെ പറയുന്ന പേരാണ് എഡ്ജ്. എഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കണക്റ്റഡ് പിക്സൽസ് ആണ്. ആ ഒരു ബൗണ്ടറി, രണ്ട് റീജിയൻസിന്റെ ബൗണ്ടറിയിൽ കിടക്കുന്ന ആ ഒരു കണക്റ്റഡ് സെറ്റ് ഓഫ് പിക്സൽസിനെ പറയുന്നതാണ് എഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, image morphology is an important tool in extraction of image. Image morphology എന്ന് പറയുന്നത് ഒരു ഇമേജിന്റെ എക്സ്ട്രാക്ഷൻ ആണ്. എന്തിന്റെ എക്സ്ട്രാക്ഷൻ ആണ് നമ്മൾ എടുക്കുന്നത്? ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, എക്സ്ട്രാക്ഷൻ ഓഫ് ഇമേജ് ഫീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ടൂൾ ആണ് ഇമേജ് മോർഫോളജി എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് നമുക്ക് റൈറ്റ് ആൻസർ. Dilation morphological image operation technique is used to. Dilation morphological നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? It expands the brighter areas of the image. അല്ലെ? ഡൈലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡൈലേഷനും അതുപോലെ തന്നെ ഇറോഷനും. ഡൈലേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇമേജിന്റെ പിക്സൽസിനെ എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ? ആ ഒരു ഇമേജിന്റെ ബ്രൈറ്റർ ഏരിയാസിനെ എക്സ്പാൻഡ് ചെയ്യുകയാണ് നമുക്ക് ചെയ്യുന്നത്. എന്നാൽ എറോഷൻ എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത്? ഷ്രിങ്ക് ചെയ്യുകയാണ്. ആ ഒരു ബ്രൈറ്റർ ഏരിയാസിനെ ഷ്രിങ്ക് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് എന്താണ്? എറോഷൻ മോർഫോളജിക്കൽ ആണ് വരുന്നത്. എന്നാൽ ഡൈലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പാൻഡ് ചെയ്യുകയാണ്. സോ ഹിയർ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇമേജ് കംപ്രഷൻ ഈസ്. ഇമേജ് കംപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് റെഡ്യൂസ് ദ റിഡൻഡൻസി ഓഫ് ദ ഇമേജ് ഡേറ്റ. ഒരു ഇമേജ് ഡേറ്റയുടെ റിഡൻഡൻസി റെഡ്യൂസ് ചെയ്യുന്നുവെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? ഇമേജ് കംപ്രഷൻ എന്ന് പറയാം. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. സ്ട്രക്ചറിംഗ് എലമെന്റ് ഈസ് ഓൾസോ കോൾഡ്. സ്ട്രക്ചറിംഗ് എലമെന്റിന്റെ വേറൊരു പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് പിക്സൽ, ലൈൻ, സബ് ഇമേജ്, നോയ്സ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. സബ് ഇമേജ്. ഓക്കെ, സ്ട്രക്ചറിംഗ് എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ് ഇമേജ് എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. What is the smallest possible value of a gradient image? ഒരു gradient ഇമേജിന്റെ സ്മോളസ്റ്റ് പോസിബിൾ വാല്യൂ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് 0. ഓക്കെ, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഗ്രേഡിയന്റ് ഇമേജിന്റെ പോസിബിൾ സ്മോളസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്? 0 ആണ്. The Huff transform detects. Huff transform നമുക്ക് എന്താണ് ഡിറ്റക്ട് ചെയ്യുന്നത്? സ്ട്രെയിറ്റ് ലൈൻ, കർവ് ലൈൻ, ബോത്ത് ഓഫ് ദി അബോവ്, നൺ ഓഫ് ദി അബോവ്. ഓപ്ഷൻ സി ആണ് അല്ലെ? നമുക്ക് സ്ട്രെയിറ്റ് ലൈനും കർവ് ലൈനും ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഹഫ് ട്രാൻസ്ഫോംസ് യൂസ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. Spline representation is useful for. Spline representation എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ബൗണ്ടറി ഡിറ്റക്ഷൻ, ഷേപ്പ് ഡിറ്റക്ഷൻ, ബോത്ത് ഓഫ് ദി അബോവ്, നൺ ഓഫ് ദി അബോവ്. ഓപ്ഷൻ ബി അല്ലെ? ഷേപ്പ് ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പ്ലൈൻ റെപ്രസെന്റേഷൻ യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് തന്നിരിക്കുന്നത് റൈറ്റ് ആൻസർ.
code is also known as Huffman code-ന്റെ വേറൊരു പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Instantaneous code, fixed block code, variable length code, none of the above. Option A, instantaneous code എന്നുള്ള പേരിലാണ് Huffman code അറിയപ്പെടുന്നത്. Okay, option A ആണ് right answer. At what points a continuous image is digitized? ഏതൊരു പോയിന്റിലാണ് ഒരു continuous image എന്ന് പറയുന്നത് digitized ആകുന്നത്? It is sampling. അല്ലേ? Sampling എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ എത്തുമ്പോഴാണ് നമ്മൾ continuous imagesനെ digitize ആകുന്നത്. Sampling എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു continuous time signalsനെ discrete time signals ആയിട്ട് convert ചെയ്യുന്ന അല്ലെങ്കിൽ reduce ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ്. So option A ആണ് right answer. The dynamic range of the imaging system is a quantitative relation where the upper limit can be determined by. Dynamic range എന്ന് പറയുന്നത് ഒരു quantitative relation ആണ് നമുക്ക് കിട്ടുന്നത്. അതിന്റെ upper limit എന്ന് പറയുന്നത് എങ്ങനെ ഏതിൽ നിന്നാണ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യുന്നത്? It is from saturation. Saturation നിന്നാണ് upper limit കിട്ടുന്നത്. എന്നാൽ lower limit എന്ന് പറയുന്നത് എവിടെയായിരിക്കും? Noise-ൽ നിന്നാണ്. അതായത് numerator ആയിട്ട് നമ്മൾ എടുക്കുന്നത് സാച്ചുറേഷനെയും noise നമ്മൾ എടുക്കുന്നത് denominator ആയിട്ടാണ്. Okay, so ഇവിടെ നമുക്ക് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. Which of the following is the effect of using an inadequate amount of intensity levels in a digital image's smooth areas? ഏതാണ് നമുക്ക് ആ ഒരു എഫക്റ്റ്? ഒരു ഇമേജിന്റെ സ്മൂത്ത് ഏരിയകളിൽ നമ്മൾ ഒരു inadequate amount of intensity levels നമ്മൾ യൂസ് ചെയ്യുന്നതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോണ്ടൂറിംഗ്, ഇന്റർപോളേഷൻ, ഗോഷ്യൻ സ്മൂത്ത്, ഡി ഫാൾസ് കോണ്ടൂറിംഗ് ആണ് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫാൾസ് കോണ്ടറിംഗ് എന്ന് പറയുന്നത് ആ ഒരു ഗ്രേ ലെവൽ റെസൊല്യൂഷൻ ഒരു ഡിജിറ്റൽ ഇമേജിന്റെ ഡിക്രീസ് ആകുന്നതിന് വഴി നമുക്ക് ഒരു ഗ്രേ ലെവൽ റെസൊല്യൂഷൻ ഡിക്രീസ് ആകുന്നത് ആ ഒരു ഇതിനെയാണ് നമ്മൾ ഫാൾസ് കോണ്ടൂറിംഗ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. In each element of a set X is also an element of set Y. Then X can be called dash of set Y. അതായത് X എന്ന് പറയുന്നത് ഈ ഒരു Y എന്ന് പറഞ്ഞ ഒരു സെറ്റിന്റെ ഒരു X എന്ന് പറയുന്നത് ഒരു സെറ്റ് ആണ്. അതായത് കുറെ സെറ്റുകളിലുള്ള ഒരു സെറ്റ് മാത്രമാണ് X. അങ്ങനെയാണെങ്കിൽ X എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് സബ്സെറ്റ് ആണ് അല്ലെ? Y എന്ന് പറയുന്ന ആ ഒരു മെയിൻ സെറ്റിന്റെ സബ്സെറ്റ് ആണ് ഈ പറയുന്ന X, A. ഇപ്പൊ നമ്മൾ വേറൊരു സെറ്റ് നമുക്ക് B എന്ന് പറഞ്ഞിട്ടൊരു സെറ്റ് ഉണ്ടെങ്കിൽ ഇതൊക്കെ എന്താണ്? സബ്സെറ്റുകളാണ്. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, സബ്സെറ്റ്. What happens when a top-down approach of dynamic programming is applied to any problem? ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിലേക്ക് നമ്മൾ ആ ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? It increase the space complexity and decrease the time complexity. അല്ലേ? ടോപ്പ് ഡൗൺ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടോപ്പ് ഡൗൺ അപ്രോച്ച് യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് മെമ്മറൈസ്, അതായത് മെമ്മറി കൂടേണ്ടി വരും. കാരണം നമുക്ക് ഓരോ സബ് പ്രോബ്ലംസും സോൾവ് ചെയ്തിട്ട് അതിന്റെ സൊല്യൂഷൻ നമുക്ക് സേവ് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് അവിടെ മെമ്മറി സ്പേസ് കൂടുകയാണ്. പക്ഷേ ഈ സേവ് ചെയ്യുന്നത് വഴി നമുക്ക് എന്താണ്? ടൈം കൺസ്യൂമിങ് കൂടുതലാണ്. അതായത് ടൈം കോംപ്ലക്സിറ്റി നമുക്ക് റെഡ്യൂസ് ആവുകയാണ് ഈ പറയുന്ന ടോപ്പ് ഡൗൺ അപ്രോച്ചിൽ വരുന്നത് അല്ലെ? ഈ മെമ്മറി കൂടുന്നത് കൊണ്ട് സ്റ്റാക്ക് ഓവർഫ്ലോ ആവുന്നതിന് ചാൻസസ് വരുന്നുണ്ട്. സോ ഈ ടോപ്പ് ഡൗൺ അപ്രോച്ച് കാരണം നമുക്ക് എന്താ ചെയ്യുന്നത്? സ്പേസ് കോംപ്ലക്സിറ്റി ഇൻക്രീസ് ആവുകയും ടൈം കോംപ്ലക്സിറ്റി ഡിക്രീസ് ആവുകയുമാണ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. Which of the following is not a characteristics of a dynamic programming? താഴെ തന്നിരിക്കുന്നതിൽ ഡൈനാമിക് പ്രോഗ്രാമിംഗിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Memoization, which involves storing the results of expensive functions, calls reusing them. അത് നമുക്ക് ഒരു കറക്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. Breaking a problem into smaller overlapping subproblems, that's also a correct one. Solving problems in a sequential manner, അല്ല അല്ലേ? sequential manner അല്ല നമ്മൾ problems solve ചെയ്യുന്നത്. So it is not a characteristic. Dynamic programming can be used for problems where the solution has an optimal structure. That's also a characteristic of a dynamic program. So here solving problem is in a sequential manner. That is not a characteristic of a dynamic program. What are the different techniques to solve dynamic programming problems? Dynamic programming problems solve ചെയ്യുന്നതിനുള്ള different techniques ഏതൊക്കെയാണ്? Memoization, bottom up, both, none of the above. So option C ആണ് right answer. രണ്ടും ടോപ്പ് ഡൗണും അതുപോലെ തന്നെ ബോട്ടം അപ്പ് ഈ രണ്ട് മെത്തേഡും നമ്മൾ യൂസ് ചെയ്യുന്ന അപ്രോച്ചുകളാണ്. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. വാട്ട് ഈസ് മെമ്മോയിസേഷൻ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഡൈനാമിക് പ്രോഗ്രാമിംഗ്? ഡൈനാമിക് പ്രോഗ്രാമിംഗിലുള്ള മെമ്മോയിസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ വേ ടു അവോയ്ഡ് സോൾവിംഗ് സബ് പ്രോബ്ലംസ് ബൈ സ്റ്റോറിംഗ് ദയർ സൊല്യൂഷൻസ് ആൻഡ് റീയൂസിംഗ് ദം. അല്ലേ? നമ്മൾ ആ ഒരു സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതിനെ സോൾവ് ചെയ്തിട്ട് ആ സൊല്യൂഷൻസ് ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ ഒരു മെത്തേഡാണ് മെമ്മോയിസേഷൻ അല്ലെങ്കിൽ ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ബി ആണ് റൈറ്റ് ആൻസർ. Which of the following approach is related to problem solving that uses a practical method or various shortcuts? താഴെ തന്നിരിക്കുന്നതിൽ ഏത് അപ്രോച്ച് ആണ് നമ്മുടെ ആ ഒരു പ്രോബ്ലം സോൾവിംഗിൽ നമ്മൾ പ്രാക്ടിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ വേരിയസ് ഷോർട്ട് കട്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് മെത്തേഡാണ്? ഇറ്റ് ഈസ് ഹെയറിസ്റ്റിക്സ് അപ്രോച്ച്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. Presentation of a concept and its sub concept in a hierarchical and
ഇന്റർകണക്റ്റഡ് മാനർ ഈസ് കോൾഡ്. ഒരു കോൺസെപ്റ്റും അതിന്റെ സബ് കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ ഒരു ഹൈറാർക്കിയിൽ പ്രസന്റ് ചെയ്തിട്ട് അത് നമ്മൾ ഇന്റർകണക്റ്റഡ് ആയിട്ടുള്ള ഒരു മാനറിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ഹൈറസ്റ്റിക് സെർച്ച് അൽഗോരിതം അല്ലെങ്കിൽ ഹൈറസ്റ്റിക് മാനർ എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. Which among the following is an advantage of heuristic method? Heuristic method ന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് ഏതാണ്? Takes a lot of time to plan and execute, opportunity to discover, it follows passive learning, all of the above. Option B ആണ് opportunity to discover. Discover and doing ആണ് അല്ലേ? So അപ്പോൾ opportunity to discover ആണ് heuristic method ന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. Compressed image can be recovered by, ഒരു compressed ഇമേജിനെ നമുക്ക് എങ്ങനെ റിക്കവർ ചെയ്യാം? By image decomposition. Image decomposition. Option D ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു കമ്പൈൻഡ് MCQ സെറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.